ചില ദിവസങ്ങളില്ലേ നമുക്കെല്ലാവർക്കും തോന്നും ഇതെങ്ങനെ മുന്നോട്ടു പോകൂവെന്ന്, അല്ലേ? അങ്ങനെയുള്ള ആ പ്രയാസമുള്ള ദിവസങ്ങളിൽ, ആ നിമിഷങ്ങളിൽ നമുക്ക് എവിടെ നിന്ന് ശക്തി കിട്ടും? അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ഉള്ളിലൊരു ചോദ്യം വരും, ഞാനിത് എങ്ങനെ ചെയ്യും? അതുമല്ലെങ്കിൽ ചിലപ്പോ തോന്നും എല്ലാം അടഞ്ഞ പോലെ വഴിമുട്ടി നിൽക്കുവാണെന്ന്. അപ്പം നമ്മൾ സ്വയം ചോദിക്കും, ഇനി എങ്ങനെയാ മുന്നോട്ടു പോവാ? അങ്ങനെ എല്ലാത്തിനും ഒടുവിൽ ആ ഒരു പ്രധാനപ്പെട്ട ചോദ്യം മനസ്സിൽ വരും. ഈ തളർച്ചയിൽ നിന്ന് എവിടെ നിന്നാണ് ഒരു പുതിയ ശക്തി, ഒരു പുതിയ ഊർജം കിട്ടുക? അപ്പോ നമ്മൾ ഈ ചോദിച്ച ചോദ്യങ്ങളുണ്ടല്ലോ, ഇതിനൊക്കെയുള്ള ഉത്തരം ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ട വാക്കുകളിലുണ്ട്. സ്വന്തം നാടുവിട്ട് പ്രവാസത്തിൽ കഴിയേണ്ടി വന്ന ഒരു ജനതയ്ക്ക് ആശ്വാസമായി നൽകപ്പെട്ട വാക്കുകൾ. യെശയ്യാവിന്റെ പുസ്തകത്തിലെ ആ വാക്കുകളിലേക്കാണ് നമ്മളിനിയൊന്ന് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. ആ വാക്കുകൾ എങ്ങനെയുള്ളതാണെന്നറിയാമോ? ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. തണുത്ത വിറങ്ങലിച്ചു നിൽക്കുന്ന മേഘങ്ങൾക്കിടയിലൂടെ ഒരു ചൂടുള്ള പ്രകാശകിരണം ഇങ്ങനെ കടന്നുവരുന്നത്. അതുപോലെയാണ്. അത്രയേറെ ആശ്വാസം തരുന്ന ഒന്നാണിത്. അപ്പോൾ നമ്മളിനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. എല്ലാം മാറ്റിമറിക്കാൻ ശക്തിയുള്ള, വളരെ നേരിട്ടുള്ള, വ്യക്തിപരമായ ഒരു ബന്ധത്തെക്കുറിച്ച്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതങ്ങ് ദൂരെ എവിടെയോ ഉള്ള ഒന്നായിട്ട് കരുതരുത്. അല്ലെങ്കിൽ വെറുമൊരു പുസ്തകത്തിലെ സിദ്ധാന്തം. അങ്ങനെയല്ല. അത് നമുക്ക് തൊട്ടടുത്ത്, വളരെ അടുത്ത് തന്നെ അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ്. യെശയ്യാവ് 41 പറയുന്ന ആ ശക്തമായ വാഗ്ദാനം ഇതാണ്: ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, നിന്റെ വലതുകൈ പിടിക്കുന്നവൻ, ഭയപ്പെടേണ്ട. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ വാക്കുകൾക്ക് എന്തുമാത്രം ശക്തിയുണ്ടെന്ന്. ഈയൊരു ദൈവീക വാഗ്ദാനം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ആകെ വിഷമിച്ച് തകർന്നിരിക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ വന്ന് നമ്മുടെ കയ്യിലൊന്ന് പിടിച്ചാൽ പെട്ടെന്നൊരാശ്വാസം തോന്നില്ലേ? ഒരു ധൈര്യം. ഏകദേശം അതുപോലെയാണിതും. ഈ ഒരൊറ്റ വാഗ്ദാനം ഉണ്ടല്ലോ, അത് ചരിത്രത്തിലെ എത്രയോ വലിയ പ്രതിസന്ധികളിലൂടെ മനുഷ്യരെ കൈപിടിച്ച് നടത്തിയിട്ടുണ്ട്. പ്രവാസത്തിന്റെ ആ കഠിനകാലങ്ങളിൽ, രോഗം വരുമ്പോൾ, വലിയ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ, പിന്നെ പുതിയ തുടക്കങ്ങളിലും അന്നും ഇന്നും ആ വാഗ്ദാനത്തിന് ഒരു മാറ്റവുമില്ല. അപ്പോ ഈ ദൈവികമായ കൈപ്പിടുത്തം നമ്മുടെ ചിന്തയെ, നമ്മുടെ കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് മാറ്റുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ ബലഹീനതകൾക്കപ്പുറത്തേക്ക്, ഒരു ഭാവിയുടെ സാധ്യതയിലേക്ക് അത് നമ്മളെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന് നോക്കാം. നമ്മൾ തളർന്നിരിക്കുമ്പോൾ നമ്മളെ തന്നെ കാണുന്ന ഒരു രീതിയുണ്ടല്ലേ? എന്നാൽ ദൈവം നമ്മളെ കാണുന്നത് വേറൊരു രീതിയിലാണ്. അതിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ സ്വയം പറയും, ഞാൻ വളരെ ചെറുതാണ്, ക്ഷീണിച്ചു, ഒരു ഉറപ്പുമില്ല എന്ന്. പക്ഷേ ദൈവം നമ്മളെ കാണുന്നത് എങ്ങനെയെന്നോ? ശ്രദ്ധിക്കപ്പെട്ട ഒരാളായി, കൈപ്പിടിയിലുള്ള ഒരാളായി, ഒരു ഭാവിയുള്ള വ്യക്തിയായിട്ടാണ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദൈവം നമ്മുടെ ഈ ചെറിയ അവസ്ഥയെ, നമ്മുടെ ബലഹീനതകളെയൊക്കെ കാണുന്നത് നമ്മളെ കുറ്റപ്പെടുത്താനോ ചെറുതാക്കാനോ അല്ല, ഒരിക്കലുമല്ല. മറിച്ച് നമ്മളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത്, ആ അവസ്ഥയിൽ നമ്മളെ കണ്ടുമുട്ടാനാണ്. അവിടെ വന്ന് നമ്മോടൊപ്പം നിൽക്കാൻ. അവിടെ നിന്നാണ് ശരിക്കും വലിയ മാറ്റങ്ങൾ തുടങ്ങുന്നത്. ഇനി നമുക്ക് വളരെ ശക്തമായ ഒരു രൂപകത്തിലേക്ക് കടക്കാം. നമ്മുടെ ജീവിതത്തിലെ ആ വരണ്ട കാലങ്ങളിൽ എങ്ങനെയാണ് ജീവനും പ്രത്യാശയും കണ്ടെത്തുന്നത് എന്നതിനെക്കുറിച്ച്. ഈ മരുഭൂമി കാലങ്ങളിൽ കഴിയുന്നവർക്ക് നൽകുന്ന ഒരു വലിയ ആശ്വാസ വാഗ്ദാനമുണ്ട്. പാവപ്പെട്ടവരും ദരിദ്രരും വെള്ളത്തിനായി തിരയുന്നു. ഞാനായ കർത്താവ് അവർക്ക് ഉത്തരം നൽകും. എന്താണ് ഈ മരുഭൂമി കാലങ്ങൾ എന്ന് പറയുന്നത്? അത് ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒന്നാണ്. ഹൃദയം വരണ്ടുണങ്ങിയ പോലെ തോന്നുന്ന, എല്ലാ പ്രതീക്ഷകളും വറ്റിപ്പോയെന്ന് തോന്നുന്ന, എന്റെ ജീവിതത്തിന്റെ ഉറവിടം എവിടെയാണ് എന്ന് നമ്മൾ സംശയിച്ചു പോകുന്ന ആ നിമിഷങ്ങൾ. പക്ഷേ അങ്ങനെയുള്ള സമയത്തും ഒരു വാഗ്ദാനമുണ്ട്. നിങ്ങൾക്കറിയാത്ത പുതിയ വഴികൾ ഞാൻ തുറന്നുതരും. നിങ്ങൾ പൊടിമാത്രം കാണുന്ന ആ സ്ഥലത്ത് ഞാൻ ജീവൻ മുളപ്പിക്കും. ഇത് ചരിത്രത്തിൽ ഇസ്രായേൽ ദേശത്ത് സംഭവിച്ചതുപോലെ തന്നെ വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ നമുക്ക് പ്രായോഗികമായി എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ ദിവസത്തിലേക്ക് പകർത്താൻ കഴിയുന്ന 3 ലളിതമായ കാര്യങ്ങളിലേക്ക് വരാം. ഇത് വളരെ ലളിതമാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ശാന്തമായിരിക്കുക. ദൈവം നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നതായി ഒന്ന് സങ്കൽപ്പിക്കുക. രണ്ടാമതായി, ഒരു മാറ്റം പ്രതീക്ഷിക്കുക. പക്ഷേ അത് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ ശക്തിയിലാണെന്ന് വിശ്വസിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, മുന്നോട്ട് നോക്കുക. നിങ്ങളിപ്പോ കടന്നുപോകുന്ന ഈ മരുഭൂമി പോലത്തെ അവസ്ഥ അതല്ല അവസാനം.
നിങ്ങൾക്കിനിയും കാണാൻ കഴിയാത്ത ഉറവിടങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സങ്കീർത്തനം 145ന്റെ വെളിച്ചത്തിൽ ഇതിനെല്ലാമുള്ള ഒരു മറുപടിയായി നന്ദി പറയുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. നമ്മൾ ഇതുവരെ കേട്ട ഈ വാഗ്ദാനങ്ങൾക്കെല്ലാം സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു പ്രതികരണമാണ് ഈ സ്തുതിയുടെ വാക്കുകൾ. എന്റെ ദൈവവും രാജാവുമായവനെ, ഞാൻ നിന്നെ പുകഴ്ത്തും എന്നു തുടങ്ങുന്ന ഈ സങ്കീർത്തനം ദൈവത്തിന്റെ നന്മയെയും ആ എക്കാലവുമുള്ള സാന്നിധ്യത്തെയും വാഴ്ത്തുകയാണ്. അപ്പോൾ ഈ സ്തുതിയുടെ എല്ലാം കാതൽ എന്താണ്? 3 സത്യങ്ങളാണ്. 1 ദൈവം വിശ്വസ്തനാണ്. 2 ദൈവം നല്ലവനാണ്. 3 ദൈവം എപ്പോഴും നിലനിൽക്കുന്നവനാണ്. ഈ 3 കാര്യങ്ങൾ ദൈവത്തിന്റെ മാറാത്ത സ്വഭാവത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈയൊരു യാത്രയുടെ അവസാനത്തിൽ ഒരുപക്ഷെ ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ ഹൃദയത്തിൽ ആ ഒരു ഉറപ്പ് അനുഭവിക്കാൻ കഴിയുന്നുണ്ടാവും. എന്നെ കൈപിടിച്ചിരിക്കുന്നു, എന്നെ വഴി നയിക്കുന്നു, ഞാൻ സ്നേഹിക്കപ്പെടുന്നു. അപ്പൊ നമുക്ക് ഈ വാക്കുകളിൽ അവസാനിപ്പിക്കാം. ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും ശക്തവുമായ ആ ഉറപ്പിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഈ ഒരു ചിന്ത നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ.